ഇന്നും തുടർച്ചയായും വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് മുന്നണികൾ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. രാവിലെ മുതലേ തന്നെ വോട്ടർമാരുടെ ഒരു നീണ്ട നിര നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ ബൂത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ്, രാവിലെ തന്നെ എത്തിയോ? നേരത്തെ എത്തിയോ? നേരത്തെ തന്നെ എത്തി. നേരത്തെ വോട്ട് ചെയ്ത് 7 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഒരു ക്യൂ കാണുന്നുണ്ടല്ലോ. അതെ, അത് എല്ലാ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പാണ് എന്നൊക്കെ പറയുമ്പോഴും കൂടുതൽ ആളുകൾ എത്താൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എത്തുണ്ടാവും. ഉമ്മ രാവിലെ എത്തിയോ? നേരത്തെ എത്തി. സാധാരണ ഈ സമയത്ത് തന്നെയാ പോവാറില്ലേ? നേരത്തെ ചെയ്യും. ഇപ്പൊ മഴയല്ലേ. മഴയാണെങ്കിൽ വോട്ടിങ് ആളുകളൊന്നും കുറവൊന്നും കാണുന്നില്ല. ഇപ്പോൾ കൂടുതൽ ആളുകൾ എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. മഴയാണെങ്കിലും ഒക്കെ അതിനൊക്കെ സമയം ക്രമീകരിച്ച് എല്ലാവരും വരുന്നുണ്ടല്ലേ? രാവിലെ തന്നെ എത്തി, 7 മണിക്ക് എത്തി. അങ്ങനെ കൂടുതൽ പേർ ഇനിയും വരും എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ മുന്നണികൾ കൂടുതൽ പേരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം എന്തായാലും നടക്കുന്നുണ്ട്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലായാലും മുനിസിപ്പാലിറ്റിയോട് ചേർന്ന പ്രദേശം കൂടിയാണ് ഈ മുക്കട്ട എന്ന് പറയുന്നത്. അത്തരത്തിൽ ആളുകൾ എത്തുന്ന കാഴ്ച ഈ ഒരു പ്രദേശത്ത് മേഖലയിൽ നിന്ന് നമുക്ക് അഭിലാഷ രാവിലെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ഊർജത്തോടെയാണല്ലോ രാവിലെ തന്നെ എത്തിയോ? രാവിലെ തന്നെ എത്തി. കൂടുതൽ ആളുകൾ എത്തുമോ? എത്താതെ ഇവിടെയാണ്, ഈ ബൂത്താണ് തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം ഇവിടെ പെണ്ണുങ്ങളൊന്നും വന്നില്ല. അത് ഞാനാണ് എത്തിയിട്ട് വേണം പറഞ്ഞേക്കാൻ. അപ്പോ ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും അതിന്റെ ഫീലൊന്നും ഉണ്ടാവില്ല. കൂടുതൽ പേര് എത്തുന്ന കഴിഞ്ഞ പ്രാവശ്യം 61% ഉണ്ട്. പ്രിയങ്കാന്തി 75 ഉണ്ടാവും. 75 ഉണ്ടാവും. ഇതിലും അത്ര കോൺഫിഡന്റാ? അതുണ്ട്. ആളുകൾക്കൊക്കെ അത്ര ഒരു ആവശ്യമായി തോന്നുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പല്ലേ, അപ്പൊ അതിനനുസരിച്ചുള്ള ആൾക്കാരും വരും. കഴിഞ്ഞ സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ കുറയാറാണ് പതിവ്. ഇത്തവണ കൂടും. ഇവിടെ നിങ്ങൾ കണ്ടില്ല, ജനങ്ങൾ അളകിക്കാണ്. കംപ്ലീറ്റ് വോട്ടും പോൾ ചെയ്യും. അത്തരത്തിൽ ജനങ്ങളുടെ ഒരു ആവശ്യമായി മാറി എന്നാണ് പറയുന്നത്. അതുണ്ടാവും, അത് തീർച്ചയായിട്ടും ഉണ്ട്. ജനങ്ങളെ ആവശ്യം തന്നെയാണ് ഇപ്പൊ ഇത്. അതെ, അങ്ങനെ പല ചോദ്യങ്ങളും അവശേഷിച്ചിരുന്നു. ഈ 7 മാസം മുൻപേ ഇത്തരത്തിലൊരു രാജി ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമാണോ എന്നൊരു ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർന്ന പശ്ചാത്തലമുണ്ട്. അവിടെയും ഇത് ജനങ്ങളുടെ ആവശ്യമായി മാറി കൂടുതൽ പേരെത്തുമെന്നൊക്കെ വോട്ടർമാർ പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.